ബി.ജെ.പിയും മോദിയും വല്ലാതെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ദാ 24 വർഷത്തെ നവീൻ പട്നായിക്കിൻ്റെ ഭരണം അവസാനിച്ച് ചരിത്രത്തിൽ, ഒഡീഷയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി.ജെ.പി സർക്കാർ ഉണ്ടായപ്പോൾ അവിടെ മോഹൻ ചരൺ മാജി ആദിവാസി അല്ല, ഗോത്ര വിഭാഗത്തിൽ നിന്ന്, ST ട്രൈബ് വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരുന്നു. അതായത് ബംഗാളിലൊക്കെ ഉള്ള നമ്മൾ കേട്ടിട്ടുള്ള സന്താളുണ്ടല്ലോ, സന്താൾ വിഭാഗക്കാരനാണ്, പട്ടികജാതിയാണ്. അപ്പോൾ എനിക്ക് ഇത് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നി. ഒരു സംസ്ഥാനത്ത് ആദ്യമായി വരുന്നു. ആ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായമല്ല മാജിയുടെ സന്താൾ വിഭാഗം, ഒരു ന്യൂനപക്ഷ സമുദായം, അതും ട്രൈബ്സാണ്. അപ്പോൾ ബി.ജെ.പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി യു.പിയിലൊക്കെ ഉണ്ടായത് മുസ്ലിം, യാദവ് പ്ലസ് OBC, ദളിത്, SC ST വിഭാഗങ്ങളിൽ നിന്ന് തിരിച്ചടി. വലിയ കുഴപ്പമില്ല. പക്ഷേ OBCയിൽ കുത്തക ബി.ജെ.പിക്കായിരുന്നു, അതിൽ ഈക്വൽ ഷെയർ കോൺഗ്രസ്സിന് വന്നത്. തിരിച്ചടിയുണ്ട്, കുഴപ്പമില്ല, 54%, 56% മറ്റോ ഉണ്ട്. പക്ഷേ അതായിരുന്നില്ല അവസ്ഥ. അപ്പം SCയിലും വലിയ തിരിച്ചടി ഉണ്ടായി. ട്രൈബ്സിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ട്രൈബ്സ് എണ്ണത്തിൽ കുറവാണല്ലോ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദളിത് OBC പിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, ആ മെക്കാനിസം, സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി.ജെ.പി ആരംഭിച്ചതാണോ? അത് ചോദിച്ചത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ദലിത് ഗോത്രവർഗ വോട്ടുകൾ ബി.ജെ.പിയിൽ നിന്ന് ചോർന്നിരുന്നു എന്ന് നമുക്ക് ബലം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞാണ് ആ കാര്യം. അതിൻ്റെ കണക്ക് ഇപ്പോൾ അവൈലബിളാണ്. ഭൂരിപക്ഷം SC സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് ബി.ജെ.പിക്കാണ്. പക്ഷേ കോൺഗ്രസ്സിന് 2019 സീറ്റുകൾ കൂടി എന്ന് മാത്രമല്ല, ശരാശരി ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആവറേജ് വിക്ടറി മാർജിൻ, അത് ബി.ജെ.പി അപേക്ഷിച്ച് കൂടുകയും ചെയ്തു കോൺഗ്രസ്സിന്. SP-യുടെ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. രാജ്യത്ത് ആകെ SC സംവരണ സീറ്റ് 84. ആ 84-ൽ ബി.ജെ.പിക്ക് കിട്ടിയത് 30, കോൺഗ്രസ്സിന് 20. ശരാശരി ഭൂരിപക്ഷം ബി.ജെ.പിക്ക് 2.91 ലക്ഷം, കോൺഗ്രസ്സിന് 4.29 ലക്ഷം. വലിയ മാറ്റമുണ്ട്. 2019 ബി.ജെ.പിക്ക് 46 സീറ്റ് ഉണ്ടായിരുന്നു, അതാ 30 ചുരുങ്ങിയത്. SC-യിൽ കോൺഗ്രസ്സിന് വെറും 6 അതാണ് 20 മാറിയിരിക്കുന്നത്. SC-യിൽ ഭൂരിപക്ഷം ഈ ബി.ജെ.പി 2.03 ലക്ഷം 2019, കോൺഗ്രസ്സിന് 1.29 ലക്ഷം മാത്രമായിരുന്നു, അതാണിപ്പോൾ 4.29 ലക്ഷം. വിക്ടറി മാർജിൻ, വലിയ മാർജിനിലാണ് ജയിച്ചിരിക്കുന്നതാണ്. ST ഷെഡ്യൂൾഡ് ട്രൈബ്, ഇപ്പോൾ മാജിയുടെയൊക്കെ വർഗത്തിൻ്റെ ആ സീറ്റുകൾ ഇന്ത്യയിൽ ആകെ 47. അതിൽ ബി.ജെ.പിക്ക് കിട്ടിയത് 25, കോൺഗ്രസ്സിന് 12. ഭൂരിപക്ഷം ബി.ജെ.പി 3.31 ലക്ഷം ശരാശരി, കോൺഗ്രസ് 4.29 ലക്ഷം. വലിയ വ്യത്യാസമുണ്ട്. 2019 ബി.ജെ.പിക്ക് 31 സീറ്റ് കിട്ടിയിരുന്നു, അത് 6 കുറവ് വന്നിട്ടുള്ളൂ. കോൺഗ്രസ്സിന് 4 ആയിരുന്നു, ആ 4 ഇത്തവണ 12 ആയിരിക്കുന്നത്. ഭൂരിപക്ഷം ബി.ജെ.പി 1.63 ലക്ഷം, കോൺഗ്രസ് 66,796. 2019 ബി.ജെ.പി 2019 നിന്ന് ഭൂരിപക്ഷം ഇരട്ടിച്ചു, കോൺഗ്രസ് 7 ഇരട്ടിയാക്കി. ഇതാണ് അതിലെ വലിയ വ്യത്യാസം. അതാണ് ഇപ്പോഴത്തെ സാമൂഹ്യ ഘടനയിലുള്ള വ്യത്യാസം, വോട്ടിംഗ് പാറ്റേണിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മളിപ്പോൾ ജോർജ് സോറോസിനെ കുറിച്ചും ധ്രുവ് റാഠിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇല്ലിറ്ററേറ്റാണ്, അക്ഷരാഭ്യാസമില്ല. പക്ഷേ അവരുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, ഇലക്ഷന് തൊട്ട് മുമ്പ് അമിത്ഷാ ഒരു പ്രസംഗം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ SC ST സംവരണം ഇല്ലാതാക്കും എന്ന് പറയുന്ന പ്രസംഗം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ചില അറസ്റ്റുകളൊക്കെ നടന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ഇസ്രായേൽ കമ്പനിയെ OpenAIയുടെ സഹായത്തോടുകൂടി ChatGPT വഴി സീറോ സീനോ എന്ന പേരിൽ വ്യാജ വീഡിയോകൾ ഒക്കെ ഉണ്ടാക്കി, ഡീപ് ഫേക്ക് സാധനങ്ങൾ ഉണ്ടാക്കി വളരെ വ്യാപകമായി ഇന്ത്യയിലേക്ക് കടത്തിവിട്ടു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു. പക്ഷേ 24 മണിക്കൂറിനിടയ്ക്ക് ഈ പറയുന്ന, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അമിത്ഷാ എന്ന് പറയുകയാണ്, അമിത്ഷാ അറിഞ്ഞിട്ട് പോലുമില്ല, കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഭരണഘടന മാറ്റും, SC ST സംവരണം എടുത്തു കളയും എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും ബി.ജെ.പിയോടൊപ്പം നിന്ന് ഇപ്പോഴും സംവരണം ഉണ്ടായിട്ട് പോലും ഭരണത്തിലും
ഉദ്യോഗ തലങ്ങളിലും മതിയായ പ്രാതിനിധ്യം കിട്ടാത്തവരാണ് ഉത്തരേന്ത്യയിലെ പിന്നാക്ക പട്ടികജാതി വിഭാഗം. സംശയമില്ല. അവർക്ക് അവർ വല്ലാതെ ഭയപ്പെട്ടു പോയി. കേരളത്തിലും എസ് ടിയുടെ അവസ്ഥ അതാ. അതെ, അവർ വല്ലാതെ ഭയപ്പെട്ടു പോയി. അപ്പോൾ സ്വാഭാവികമായ തിരിച്ചടി ഉണ്ടാവുക. അപ്പോൾ ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണെങ്കിൽ പോലും, കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ OBC എംപിമാർ, OBC അല്ല SC എംപിമാർ, ST എംപിമാരുള്ളത് BJPക്ക് തന്നെയാണ്. പട്ടികജാതിക്കാർക്ക് പിന്നോക്കക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJP കൊടുത്തിട്ടുള്ളൂ. മന്ത്രിസഭയിൽ പോലും പ്രാമുഖ്യമുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലും അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും ആളുകൾക്കറിയില്ല. ഇതൊന്നും BJPയുടെ ഇന്നലെ നമ്മൾ ഓർഗനൈസറിൽ വന്ന ലേഖനം പോലെ ഇറാനിക്ക് പകരം വന്ന അന്നപൂർണ SC/ST വിഭാഗത്തിൽ നിന്നാണ്. അതെ അതെ. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, BJPക്കാർ ഇതൊന്നും പറയാതെ സെൽഫി എടുത്ത് സെൽഫി പുള്ളേ പാട്ടും പാടി കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഒരു കറക്ഷൻ പ്രോസസ്സ് BJP സെക്കൻഡ് ഡേ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതായിരിക്കാം മാജിയെ അവിടെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടിരുന്നത്, ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന്. അതെ, ഇത് ജാർഖണ്ഡിൽ ചെയ്തിട്ട് അവിടെ വലിയ ഗുണമുണ്ടായി. കാരണം അവിടെ നിന്നുള്ള പിന്നീടുള്ള MP ഇപ്പോഴും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് കാണാം നമുക്ക്. ഈ കറക്ഷനാണ് അവിടെ നടക്കുന്നത്. മാജി എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പം മുതലേ, ഇപ്പോഴും വലിയ പ്രായമായില്ല, RSS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഈ അധ്യാപകനായിരുന്നത് തന്നെ ഈ RSSന്റെ ഈ സരസ്വതി വിദ്യാലയ എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാലയങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു വിദ്യാലയത്തിലായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നത്. പിന്നെ പഞ്ചായത്ത് സർപഞ്ചായിരുന്നു. സർപഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ, അദ്ദേഹം മറ്റേ ലോ ഗ്രാജുവേറ്റ് ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ആ വിഭാഗത്തിൽ നിന്നൊക്കെ അങ്ങനെ ഉണ്ടായവന്നവരൊക്കെ വളരെ. മാത്രമല്ല, ഈ ബംഗാളിൽ ഉൾപ്പെടെ സന്താൾ വിഭാഗക്കാരുണ്ട്. അതുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആസാമിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സന്താൾ വിഭാഗത്തിന് ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയാണ്. അതെ, അതൊരു വലിയ മൈലേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ, മറ്റ് ഈ പറഞ്ഞ പോലെ ഈ BJP വന്നാൽ കോൺഗ്രസ് ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. അതെ അതെ അതെ. കോൺഗ്രസ് അധികാരം കിട്ടുമ്പോൾ അവർ പങ്കിട്ടെടുക്കുന്നത്. കാരണം ഈ ബംഗാള് ഈ പ്രദേശങ്ങളൊക്കെ ഒന്നിച്ചാണല്ലോ നേരത്തെ കടന്നിരുന്നത് ബ്രിട്ടീഷ് കാലത്തൊക്കെ. ഒഡീഷ, ഈ ത്രിപുര, ബീഹാർ, അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാണ് കടന്നിരുന്നത്. അപ്പോൾ സന്താളൊക്കെ എല്ലാ സ്ഥലത്തും ഈ ഗോത്രക്കാർ അവിടെ ഉള്ളതല്ല. സന്താൾ മാത്രമല്ല, അവരുടെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള മറ്റ് പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും ആത്മവിശ്വാസം കിട്ടും. അതെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒന്നും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതില്ലല്ലോ. കാരണം പിറ്റേ ദിവസം എക്സിറ്റ് പോള് സ്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇടുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നീറ്റ് പരീക്ഷ വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇന്നും അദാനിയുടെയും മറ്റേ അംബാനിയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അവർക്ക് വേണ്ടിയാണ് മോദി നിലകൊള്ളുന്നത്. ഈ മന്ത്രിസഭ മൊത്തം അതാണ്. കഴിഞ്ഞ ദിവസം പിന്നെ എക്സില് കുറെ ആളുകളുടെ പടം വെച്ചിട്ട് ഇത് പഴയ മന്ത്രിസഭയാണെന്നൊക്കെ പറഞ്ഞ ഒരു സാധനം. കുടുംബാധിപത്യത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വരുന്നത്. അതെ അതെ. എന്നിട്ട് ഇവര് കുടുംബാധിപത്യമാണെന്ന് പറഞ്ഞിട്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള 52-53 വയസ്സുള്ള മറ്റൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ആരാകുമായിരുന്നു. അത് സ്വയം ഒരു കണ്ണാടി എടുത്ത് മുഖത്തിന് നേരെ പിടിക്കാതെ മറ്റു പാർട്ടികൾ NDA മുന്നണി കുടുംബാധിപത്യം ഉണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെയാണ് എത്രയോ പേരുടെ മക്കളുണ്ട്. അപ്പോൾ 4-5 അല്ലെ 5-6 പേരുടെ മക്കളോ ബന്ധുക്കളോ മന്ത്രിസഭയിൽ വന്നതുകൊണ്ട് കുടുംബാധിപത്യം NDAയിലാണ് എന്ന് പറയുന്ന വിവരക്കേട് കൊണ്ട് നടക്കുന്ന ഇദ്ദേഹത്തെയൊക്കെ പിന്നെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് നമുക്ക് ചോക്കേണ്ടി വരും അല്ലേ? അതെ അതെ അതെ. പ്രതിപക്ഷ നേതാവുമല്ലോ, ആ സ്ഥാനം കിട്ടും. അതിനുള്ള 100 സീറ്റൊക്കെ കയ്യിലുണ്ട്. ഈ കറക്ഷൻ പക്ഷേ ഈ ഉപരിതലത്തിൽ മാത്രം പോരാ. അതാണ് മറ്റേ ഭാഗവത്തും രത്തൻ ശാരദയും പറഞ്ഞതിന്നൊക്കെ കാണുന്നത്. അവർ പ്രവർത്തിക്കണം, അധ്വാനിക്കണം, അതും കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വിടുവായത്തം എങ്ങനെയായാലും അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഈ അയോധ്യയിലെ ലല്ലു സിംഗ് എന്ന് പറഞ്ഞ MP പറഞ്ഞാണല്ലോ ഞങ്ങൾ ഭരണഘടന മാറ്റും. അതെ അതെ, ഭരണഘടന മാറ്റും കർണാടകയിൽ നിന്ന് ഒരാൾ പറഞ്ഞത് അത് എക്കോ ചെയ്തതാണ്. സന്തോഷ് കുമാർ ഹെഗ്ഡെക്ക് സീറ്റും കൊടുത്തില്ല. അവിടെ വേറെ ആളുകളൊക്കെ വന്നു. ഈ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഭരണഘടന മാറ്റുന്നത് ദലിത് സംവരണം നീക്കിക്കളയാനാണ് എന്ന് കോൺഗ്രസിനും
അഖിലേഷ് യാദവിനും പറയാനായിട്ട് അവസരം കൊടുത്തു. എന്നിട്ട് അങ്ങനെ അവർ പറഞ്ഞെങ്കിലും അതിനെ ചെറുത്തില്ല ഫലപ്രദമായിട്ട്. ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരണഘടനയെ ഉമ്മ വെച്ചിട്ട് കാര്യമുണ്ടോ? ആ കറക്ഷൻ നടക്കേണ്ട സമയത്ത് നടന്നു പോകണമായിരുന്നു. ആരെങ്കിലും ആ സമയത്ത് ഈ OBC സംവരണം തട്ടിയെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ OBCയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഈ ദലിതരുടെയും കൂടി കാര്യം SC/ST പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വേണമെങ്കിൽ പറയാം, അവിടെ മോനെ കണ്ടു നോക്കൂ ഒഡീഷയിലേക്ക്, അല്ലേ? ഒഡീഷയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഉണ്ടായി. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കാതെ പിറ്റേ ദിവസം മുതൽ നടപടികൾ ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒരു തുടക്കമായിരിക്കാം മാജിയുടെ മുഖ്യമന്ത്രി സ്ഥാനം.